ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പാടത്തു നിന്നും പിടിച്ചു കൊണ്ടുവന്ന ചെമ്മീൻ തേങ്ങ അരച്ച് കറി വയ്ക്കുന്നതാണ് കേട്ടോ. ചെമ്മീൻ നന്നായി കഴുകി ക്ലീനാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ തൊലിയൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് കേട്ടോ. തലയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിലൊരു വേസ്റ്റ് ഉണ്ടാവും, അതൊക്കെ നന്നായി കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കളയണം. അതുപോലെ തന്നെ തൊലി പൊളിച്ചതിന് ശേഷം ചെമ്മീൻ്റെ മുകൾ വശത്തായിട്ട് ഒരു ഞരമ്പുണ്ട്, അത് നന്നായി ക്ലീൻ ചെയ്യണം കേട്ടോ. അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ കുഞ്ഞു പിള്ളേർക്കായാലും വലിയവർക്കായാലും വയറുവേദന അങ്ങനത്തെ ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ കളയാൻ. എന്നിട്ട് ഒരു ചട്ടി വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ എടുത്തിട്ട് പൊട്ടിക്കുക. ഉലുവ പൊട്ടിച്ച് വന്നതിന് ശേഷം കുറച്ച് ചെറിയുള്ളി ഇട്ട് വഴറ്റുക. ചെറിയുള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റുക. പൊടികളുടെ ഒക്കെ പച്ചക്കുത്ത് ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം കുടപ്പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുടപ്പുളി വെള്ളത്തിലിടുമ്പോൾ ശ്രദ്ധിക്കണം, കുടപ്പുളി കുറച്ച് നേരം മുന്നേ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് നല്ല വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ആ വെള്ളത്തോട് കൂടിയാണ് ഇതിലേക്ക് ഒഴിക്കണത് കേട്ടോ. ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നാളികേരം അരച്ച് വെച്ചത് ചേർക്കുക. അത്യാവശ്യത്തിന് വെള്ളവും ചേർക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കുക കേട്ടോ. ചെമ്മീൻ ചേർത്തതിന് ശേഷം അതിലേക്കൊന്ന് കുറച്ച് വേപ്പില ഒന്ന് ആഡ് ചെയ്ത് അടച്ച് മൂടി വയ്ക്കുക. കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ അതൊന്ന് കുറുകി വരും. കുറുകി വന്നതിന് ശേഷം നമുക്കതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് സെർവ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു ഡിഷാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.